ദിയനെ പ്രാങ്ക് ചെയ്യാനാണ് ഈ വ്ലോഗ് ഇടുന്നത്. അപ്പൊ പുള്ളിയെ കുറെ നാൾ എന്നെ ചോദിച്ചു ഒരു ഡിന്നറിന് പോകുന്നൊക്കെ ചോദിച്ചു. അപ്പം ഇന്ന് ഞാൻ ഡിന്നറിന് കൊണ്ടുപോകാൻ പോണ പുള്ളി. അത് കൊള്ളാം, നല്ല കാര്യമല്ലേ. അപ്പൊ ഇവൻ അശ്വിൻ, അഖില്, വാസു, മോജോ ഇവര് ആക്ച്വലി പുറത്തു പോകുന്ന ഞാൻ കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് മനുഷ്യനാണ് ഇയാള്? അല്ല, പുള്ളിയുടെ വിചാരം ഇവരാരും ഇല്ല, ഇവര് പുറത്തു പോയെന്നാണ്. പക്ഷെ ഇവരകത്തുണ്ട്. അപ്പം ഇവരെ കാണുമ്പോൾ നീയുടെ ഫേസിന്റെ എക്സ്പ്രഷനൊക്കെ ഞാൻ മെയിൻലി ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത്. എങ്ങനെയുണ്ട്? ഇന്നത്തോടെ ഈ കണിക്കൊരു തീരുമാനമാകും. മാനേഴ്സ് കാണിക്കണമല്ലോ. ഞാൻ കസേര ഇരിക്കും. നീ ഇങ്ങനെ സ്നേഹിക്കല്ലേ മോനെ. ഓക്കെ, എക്സൈറ്റഡ് ആണോ ഡിന്നർ കഴിക്കാൻ? ഇത്രയും പ്രതീക്ഷിച്ചായിരുന്നോ? പക്ഷെ നീ ഇത് ചെയ്ത ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇനിയാണ് പരിപാടി ഉള്ളത്. ലൈറ്റ്സ് ഓൺ. You cheat! You bloody cheat! അവരാരും പോയിട്ടില്ല. ഞാൻ ഇതിനാണ് നിന്നെ കാൻഡിൽ ഡിന്നറിനൊക്കെ കൊണ്ടുപോകുന്നത്. അതിന്റെ ആവശ്യം എന്തിനാ? തോലുരിഞ്ഞു വന്ന് കേട്ടിട്ടുണ്ട്, ഇപ്പൊ അനുഭവിക്കാണ്. കൂട്ടരെ കേട്ടുന്നത് കഴിച്ചാൽ മതി ഡിന്നറൊക്കെ. വിശ്വസിച്ചോ? പ്ലിങ് ആയോ? മഹാപാവികള്, ഞാൻ നിങ്ങളോടൊക്കെ എന്ത് പാവം ചെയ്തു? ഒന്നും കിട്ടിയില്ല. ഒരു സുഖം, ഒരു മനസുഖം. കഴിഞ്ഞ വാലന്റൈൻസിന് നമ്മുടെ വ്ലോഗ് ഫസ്റ്റ് ആയിരുന്നില്ലേ, ട്രെൻഡിങ് വണ്ണായിരുന്നു. വെറുതെ ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു. ചിലപ്പോ ഇത്തവണ ബിരിയാണി കിട്ടിയാലോ. അത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇട്ട 1 മില്യൺ വ്യൂവേഴ്സ് കിട്ടും. ഇപ്പൊ നിന്നെ ഒന്ന് പ്രേമിച്ച് എനിക്ക് കുറച്ച് ഫോളോവേഴ്സ് കിട്ടി, എനിക്കൊന്ന് ഫേമസ് ആവണം എന്നുള്ളൊരു തോട്ട് എന്റെ ലൈഫിൽ വന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു, എക്സെപ്റ്റ് ഫോർ ഹിം. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. അതിനകത്ത് വേറെ ആരെങ്കിലും വിളിച്ച് കള്ളടേറ്റ് കൊടുക്കാത്തത് നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. സ്മാർട്ട്നെസ് നല്ലതാണ്, പക്ഷേ ഓവർ സ്മാർട്ട് ആവരുത്. പ്ലിങ് ആയെങ്കിൽ പ്ലിങ് ആയി സമ്മതിക്കണം. ഞാൻ പ്ലിങ് ആയിട്ടില്ല, ഞാൻ എക്സ്പെക്ട് ചെയ്ത ഇങ്ങനെ എന്തെങ്കിലും കാണിക്കും. ആണോ? നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പോലൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിട്ട് മാറും ഇത്. ഇഷ്ടായില്ലേ? ഇഷ്ടായെന്ന് പറ. ഇഷ്ടപ്പെട്ട് പിന്നെ തന്റെ ഇരിക്കുന്ന കാട്ടി പറഞ്ഞോണ്ടിരിക്കണല്ല. ഇനി ഇത് ആവർത്തിക്കരുത്. അതും കയ്യിന്ന് പോയി.